ഹായ്, എൻ്റെ പേര് ഭീഷ്മ ജെയിൻ. അപ്പം ഞാനൊരു കാർഡിയോക് സോണോഗ്രാഫറാണ്. അപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോസ് ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് കർണാടകയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് തമ്പനെയിൽ കണ്ട പോലെ ഞാൻ RCS എക്സാം റീസെൻ്റായിട്ട് പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് സ്റ്റോറിയൊക്കെ ഇട്ട സമയത്ത് കുറേ പേര് എന്നോട് ചോദിച്ചു, ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത്, ഇതിനെന്തൊക്കെ എലിജിബിലിറ്റി കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴും കുറേ പേർക്ക് അറിയാത്തതുണ്ട്. അപ്പം എന്നാൽ ഞാനൊന്ന് ഒരു വീഡിയോ ചെയ്യാം. എനിക്കൊരു കോണ്ടൻറ്റും അപ്പോൾ അതറിയില്ലാത്തവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആവുമല്ലോ. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ബേസിക്കായിട്ട് ഞാൻ പറയാവേ. ഓക്കെ, അപ്പോൾ RCS എന്ന് പറയുന്നത് ഒരു US ബേസ്ഡ് ആയിട്ടുള്ള ക്രെഡൻഷ്യലിംഗ് എക്സാമാണ്. അപ്പോൾ നമുക്ക് ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഗ്ലോബൽ ലെവൽ റെക്കഗ്നേഷനായിട്ടുള്ള ഒരു ക്രെഡൻഷ്യൽ ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ പോകാനായിരിക്കും എല്ലാവരും തന്നെ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ RCS ഉണ്ടെങ്കിൽ അത് അത്യാവശ്യം നല്ലതായിരിക്കും. ഈവൻ ഇപ്പോൾ GCC കൺട്രീസിൽ പോലും RCS ഉണ്ടെങ്കിൽ നമുക്ക് സാലറി അതിനനുസരിച്ചുള്ള ഒരു ഇതുണ്ട് കേട്ടോ. ഈ RCS എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് കാർഡിയാക് സോണോഗ്രാഫർ CCIയുടെ അണ്ടറിൽ വരുന്നതാണ്. കാർഡിയോവാസ്കുലർ ക്രെഡൻഷ്യലിംഗ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്നതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ RCS എന്ന് പറയുന്ന എക്സാം. ഇതൊരു MCQ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമാണ്. പിന്നെ ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് $320 ആണ്. അപ്പോൾ $320 നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം അറൗണ്ട് 30,000 to 35,000 ഇടയ്ക്ക് 35,000 അത്രയും വരുന്നുണ്ട്. അപ്പോൾ ഇത് പേ ചെയ്തിട്ടാണ് നമ്മൾ ഈ എക്സാം എഴുതേണ്ടത്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് RCSൻ്റെ കാര്യങ്ങൾ. ഇപ്പം ഞാൻ എക്കോ ചൂസ് ചെയ്തുകൊണ്ടാണ് RCS എഴുതുന്നത്. അതല്ല ഇപ്പോൾ ക്യാത്ത് ചൂസ് ചെയ്തവരുണ്ടെങ്കിൽ RCIS എന്ന് പറയുന്നതുണ്ട്. അപ്പം ഓരോ ഇതിനനുസരിച്ച് അതിൻ്റെ അണ്ടറിൽ എക്സാംസ് ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ആ സൈറ്റ് ഒന്ന് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഈ പഠിക്കുന്ന സ്റ്റുഡൻസൊന്നും എക്സാം എന്താണെന്ന് അറിയത്തില്ല കുറേ പേർക്ക്. അപ്പോൾ അവർക്കും കൂടെ ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അതാണ് RCS എന്ന് പറയുന്ന എക്സാം. RCS എലിജിബിലിറ്റീനെ പറ്റി ഞാൻ പറയാം, ആർക്കൊക്കെ എഴുതാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പം ഒരു BSc ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഈ എക്സാം എഴുതാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ CCIയുടെ സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിൽ കാണാൻ പറ്റും അതിൻ്റെ അണ്ടറിൽ കുറേ RCS എക്സാം ഉണ്ട്. അതായത് ഇപ്പോൾ ഞാൻ എഴുതിയത് RCS 235 ആണ്. അപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും അനുസരിച്ചാണ് നമ്മൾ നമ്മുടെ എക്സാം ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ RCS 235, RCS 65 അങ്ങനെ കുറേ സബ്ബായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും നോക്കിയിട്ട് ഏത് എക്സാം ആണോ വേണ്ടതെന്ന് ചൂസ് ചെയ്യുക. ഇപ്പം ഞാൻ RCS 235 എടുത്തപ്പം നമ്മളത് ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അണ്ടറിൽ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് വേണ്ടത് ഡിഗ്രി സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ പ്രൊഫഷണലും പിന്നെ നമ്മുടെ എംപ്ലോയറിൻ്റെ ഒരു വെരിഫിക്കേഷൻ ലെറ്ററും വേണം. അതായത് വെരിഫിക്കേഷൻ ലെറ്ററിൽ മീൻസ് ഇയാൾ ഇവിടെ വർക്ക് ചെയ്യുകയാണ്, ഇത്ര നാളായിട്ട് ഇപ്പം ഇയാൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു ഫോമാറ്റ് ഉണ്ട് അതിന്. ഓക്കെ, അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞുതരാം അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വെരിഫിക്കേഷൻ ലെറ്ററും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് സെറ്റാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിത് സബ്മിറ്റ് ചെയ്യുക. ഇത് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിൻ്റെ ഫീസും അടയ്ക്കണം കേട്ടോ. പിന്നെ ഈ ഫീസ് റീഫണ്ട് ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ എക്സാം പാസ്സായില്ലെങ്കിൽ നമുക്ക് ഈ ഇത് റീഫണ്ട് ആവത്തില്ല. ഇപ്പോൾ എക്സാം നമ്മൾ ഫെയിലായാൽ പിന്നെ നമ്മൾ പേ ചെയ്തിട്ട് ഈ എക്സാം എഴുതണം കേട്ടോ. ഓക്കെ, നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ പൈസ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ് എടുക്കാൻ പറ്റും. CCIയുടെ ആ ഒരു സൈറ്റിൽ കയറിയിട്ട് നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കുക, എന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. Pearson ത്രൂ ആണ് നമ്മൾ ഈ എക്സാം എഴുതുന്നത്. അപ്പോൾ Pearsonൻ്റെ അണ്ടറിൽ നമുക്ക് ഡേറ്റ് എടുക്കാൻ പറ്റും. ഡേറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പം ഞാൻ ഇവിടെ നാട്ടിലായതുകൊണ്ട് തന്നെ ഞാൻ നിയർ ബൈ പുത്തൻകുരിശ് മുത്തൂറ്റിലാണ് എക്സാം എഴുതിയത്. എറണാകുളത്തുള്ളവർക്ക് രാജഗിരി, അങ്ങനെ കുറേ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും എക്സാം ചൂസ് ചെയ്ത് എഴുതാൻ പറ്റും. MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നമ്മൾ അവരുടെ സൈറ്റിൽ കയറി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിലബസ് കാര്യങ്ങൾ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ എലിജിബിലിറ്റിയും അതിൻ്റെ ഒരു കാര്യങ്ങളും അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പ്രോപ്പറായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഞാനത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഇടാം. ഇപ്പം ഞാനിത് ബേസിക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് എന്നുള്ളൊരു ഇതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻ പാർട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ റെഫർ ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഇതിലിപ്പോൾ പറയാൻ പോണേ. അപ്പം പ്രിപ്പറേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ CCIയുടെ ഇതിൽ നോക്കുകയാണെങ്കിൽ അവർ നമുക്ക് സിലബസ് തരും. അപ്പം ഞാൻ സിലബസ് ഫസ്റ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതായിരുന്നു എൻ്റെ സിലബസ്, RCSൻ്റെ സിലബസ് ഇതായിരുന്നു. അപ്പോൾ ഇതിൽ ഒരു 5 സെക്ഷൻസ് വരുന്നുണ്ട്.
അപ്പം ഞാൻ ഫസ്റ്റ് ഒരു 1 ഇയർ ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഇത് എഴുതണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ സിലബസൊക്കെ നോക്കിയിട്ട് ഇതിൽ എന്താ ഒരു 5 സെക്ഷൻ വരുന്നുണ്ട്. അതിൽ ഈ വാൽവുലാർ എക്കോകാർഡിയോഗ്രാഫി ഫൈൻഡിങ്സും അനാട്ടമി ഫിസിയോളജിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. പക്ഷേ എനിക്ക് ഈ ഫിസിക്സും അതുപോലെ തന്നെ 3D TE ഒക്കെ വരുമ്പോൾ കുറച്ച് ഡൗട്ടായിരുന്നു. ഇതിലെങ്ങനെ ക്വസ്റ്റ്യൻസ് വരും, എന്തൊക്കെ റെഫർ ചെയ്യണം എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അപ്പം ഇതിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് ആദ്യം തന്നെ ഞാൻ നോക്കിയായിരുന്നു. അത് കഴിഞ്ഞപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഷാഫിദ്, അവൻ ഇതിൻ്റെ ഒരു കോച്ചിങ് നടത്തുന്നുണ്ടായിരുന്നു ഓൾറെഡി പാസ്സായി കഴിഞ്ഞിട്ട് വിത്ത് റെക്കോർഡഡ് ക്ലാസ്സസ്. അപ്പം ഞാൻ അതിൽ ജോയിൻ ചെയ്തു. ഒരു 3 months ക്ലാസ് ആയിരുന്നു. അപ്പം ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 months ഞാൻ അത് അറ്റൻഡ് ചെയ്തു. അത് അറ്റൻഡ് കഴിഞ്ഞിട്ട് ജാനുവരിയിലാണ് ഞാൻ എക്സാമിന് അപ്ലൈ ചെയ്യുന്നത്. ഫെബ്രുവരിയിലാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത്, അപ്രൂവൽ എല്ലാം കഴിഞ്ഞിട്ട്. അങ്ങനെ ഫെബ്രുവരി 2nd വീക്കാണ് ഞാൻ എക്സാം എഴുതിയത്. അപ്പം പിന്നെ ആ ക്ലാസ് കാണുന്നതും അതിൽ പിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിലബസ് വെയിറ്റേജ് അനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ട് ChatGPT ഇട്ടിട്ടാട്ടോ ഇങ്ങനെ വെയിറ്റേജ് അനുസരിച്ച് ഇതെല്ലാം ഡിവൈഡ് ചെയ്തിട്ട് ആണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. പിന്നെ ChatGPTയിൽ തന്നെ കുറേ MCQ ക്വസ്റ്റ്യൻസ്, അതായത് ഈ ടോപ്പിക്കിൽ തന്നെ എന്നോട് ഒരു 20 ക്വസ്റ്റ്യൻസ് ചോദിക്കാനൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്തത്. പിന്നെ ക്വിസ്ലെറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ആ ആപ്പിൽ RCSൻ്റെ എക്സാംസ് നമുക്ക് ക്വസ്റ്റ്യൻസ് അവർ തരും. അപ്പോൾ നമുക്ക് അതും പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് MCQ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ എന്താ കുറച്ച് ട്രിക്കിയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ MCQ ചെയ്യുവാണെങ്കിൽ അതെനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ChatGPTയും ക്വിസ്ലെറ്റും വെച്ചിട്ടാണ് ചെയ്തത്. അപ്പം ഇത്രയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. 3 മാസത്തെ ക്ലാസ്സും പിന്നെ ജാനുവരി ഫുള്ള് ഞാൻ വീട്ടിലിരുന്ന് ഇതിന് വേണ്ടി തന്നെ ഇരുന്നിട്ട് പഠിക്കുകയാണ് ചെയ്തത്, ഷാഫിദിൻ്റെ ക്ലാസ്സസ് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷാഫിദിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ എൻ്റെ നമ്പർ അടിയിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ എക്സാം ഡേ എങ്ങനെയായിരുന്നു, എക്സാമിന് ഞാൻ ചെയ്ത കുറച്ച് അബദ്ധങ്ങൾ എന്തൊക്കെയാണ് പറ്റിപ്പോയതെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ എഴുതാൻ പോവുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം. അപ്പോൾ എനിക്ക് പറ്റിയൊരു വലിയ അബദ്ധം ഞാൻ പറയാം. ഡേറ്റ് എടുത്തത് ഫെബ്രുവരി 7th ഫെബ്രുവരി 7th പുത്തൻകുരിശ് മുത്തൂറ്റിലാണ് ഞാൻ ഡേറ്റ് എടുത്തത്. അപ്പം ഡേറ്റ് എല്ലാം എടുത്തു കഴിഞ്ഞ് ഞാൻ രാവിലെ എക്സാമിന് ചെന്നു. നമുക്ക് 2 ID കൊണ്ടുപോകണമെന്ന് മെയിൽ വരും. അതായത് PSN ത്രൂ ആണ് എക്സാം എടുത്തത്. അപ്പോൾ അതിന് നമുക്ക് മെയിൽ വരും 2 ID കൊണ്ടുപോകണമെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ എടുത്ത ID എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് പാസ്പോർട്ട് വേണം. പാസ്പോർട്ട് വെച്ചിട്ടാണ് നമുക്ക് ഈ CCയുടെ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട ആ വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ, ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഫസ്റ്റ് പ്രൈമറി ID ആയിട്ട് ഞാൻ എൻ്റെ പാസ്പോർട്ടും സെക്കൻഡറി ID ആയിട്ട് ഞാൻ എൻ്റെ ആധാറുമാണ് എടുത്തത്. 2 ID വേണമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ ആധാറും പാസ്പോർട്ടും ആയിട്ടാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എക്സാമിനർ എന്നോട് പാസ്പോർട്ട് ചോദിച്ചു, പാസ്പോർട്ട് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ആധാർ ചോദിച്ചു. അപ്പോൾ എൻ്റെ ആധാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലാമിനേറ്റ് ചെയ്തൊരു ആധാറായിരുന്നു. ഒരു ലാമിനേറ്റ് ചെയ്ത ആധാറായിരുന്നു. അപ്പോൾ ഞാനത് കൊടുത്തപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, PVC ഫോമിലുള്ള ആധാർ വേണമെന്ന് പറഞ്ഞു. അപ്പം PVC ഫോമിലുള്ള ആധാർ, അപ്പോൾ ആധാറെല്ലാം നമുക്ക് ഇതിൻ്റെ അണ്ടറിൽ തരുന്നതല്ലേ. അപ്പോൾ ഇതിന് ഏതാണേലും അതും സെക്കൻഡറി ID ആണല്ലോ. പ്രൈമറി ID ഓക്കെയാണ്, സെക്കൻഡറി ID ഇങ്ങനത്തെ ഒരു ഫോമിലല്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പം എനിക്ക് ആകെ ടെൻഷനായി. നമ്മൾ ഇത്രയും പൈസയും കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അപ്പോൾ എനിക്ക് വേറൊരു ID എടുക്കാനുള്ള സമയമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യും. അപ്പോൾ അവർ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞങ്ങൾ PSN ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ 9 മണിക്കാണ് എക്സാമിന്. അപ്പം എൻ്റെ കൂടെ ബാക്കി എക്സാം എഴുതാൻ വന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ കയറ്റി, ഞാൻ മാത്രം ഇങ്ങനെ പുറത്ത് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 9:30 ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു എക്സാം എഴുതാൻ പറ്റത്തില്ല, ID-യുടെ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ ഫുൾ ഫ്യൂസ് പോയി ഇരിക്കുക. എന്ത് ചെയ്യും, പൈസ പോയി, പ്രിപ്പയർ ചെയ്തു, ഇനി എന്ത് ചെയ്യും എന്നറിയണ്ട. എനിക്കാണെങ്കിൽ അറിയാവുന്നവരെല്ലാവരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കുറേ പേരൊക്കെ ക്ലിയർ ചെയ്തു. അവർക്ക് ആർക്കും ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല, എനിക്ക് മാത്രം ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നേക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പം ഫസ്റ്റ് നമ്മൾ സ്വാഭാവികമായിട്ടും കുറേ കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ PSനെ കോൺടാക്ട് ചെയ്തു. അവർ പറയുന്നത് ആധാർ ഇങ്ങനെ PVC ഫോമിലാവണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവരും പറയുന്നു. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ CCIക്ക് അങ്ങ് മെയിൽ അയച്ചു. CCIക്ക് മെയിൽ അയച്ചു, അവരുടെ കാര്യങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു പുള്ളി ഉണ്ടായിരുന്നു, പുള്ളിക്ക് ഞാൻ മെയിൽ അയച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും റിപ്ലൈ മെയിൽ വന്നു, ഇതാണ് ഇഷ്യൂ, പക്ഷേ നിങ്ങൾക്ക് വേറൊരു ഡേറ്റ് തരാം എന്നൊക്കെ പറഞ്ഞിട്ട്
എനിക്ക് മെയിൽ അയച്ചു. അപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. ഇതിങ്ങനെ പറ്റിയിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കാണോ ഇത് ആദ്യമായിട്ട് പറ്റുന്നതെന്നൊക്കെ എനിക്ക് വേറെ ആരെയും അറിയത്തുമില്ല. പിന്നെ നമുക്ക് നാട്ടിലെവിടെയെങ്കിലും ആണ് ഇതിൻ്റെ സെൻറ്ററെങ്കിൽ നമുക്കൊന്ന് പോയി പറയാം. പക്ഷേ ഇതങ്ങ് US കിടക്കുന്ന ഓഫീസിൽ നമുക്ക് പോകാനും പറ്റത്തില്ല. ആകെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു ഇതെന്ന് പറയുന്നത് മെയിലാണ്. എന്തോ ഒരു ഭാഗ്യത്തിന് അവർ റിപ്ലൈ തന്നു. കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരെനിക്ക് വേറൊരു ഡേറ്റ് എടുക്കാനുള്ളതൊക്കെ തന്നു. അങ്ങനെ ഞാൻ February 21 നെക്സ്റ്റ് എക്സാം എഴുതാൻ പോയത്. അതെനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാൻ പറ്റി. അപ്പം അങ്ങനെ അപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. അപ്പം ഞാനോർത്ത് ഈ ഒന്നിപ്പഴച്ച 3 എന്നുള്ള സെറ്റപ്പ്. അപ്പം ഞാനോർത്ത് ഇനി സെക്കൻഡും കിട്ടില്ല, ഇനി തേർഡാവും, അങ്ങനെയൊക്കെ കുറേ ഞാൻ ടെൻഷൻ അടിച്ചു. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എക്സാം എഴുതാൻ പറ്റി. ആ ഒരു ഇഷ്യൂ മാത്രമാണ് എനിക്ക് വന്നത്, ആ ഒരു ആധാറിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആധാർ PVC ഫോമിലാക്കി വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാം എഴുതാൻ പോകുന്നവർ ദയവ് ചെയ്ത് ഈ PVC ഫോമിലുള്ള ആധാർ കൊണ്ടുപോകണം. അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് എക്സാം എഴുതാൻ പോയപ്പം ഈ സെയിം ഇഷ്യൂ അന്ന് വന്ന ഒരു കുട്ടിക്കും പറ്റിയിട്ടുണ്ട്. പക്ഷേ അവൾക്ക് പാസ്പോർട്ടിലെ പേരും ഇതിൻ്റെ പേരും രണ്ടും ആണെന്ന് പറഞ്ഞിട്ടാണ് ഇഷ്യൂ ആയത്. അപ്പം എപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പാസ്പോർട്ടിലെ പേര് തന്നെ മെയിനായിട്ട് കൊടുക്കാൻ നോക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ അതൊക്കെ ഞാൻ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു വീഡിയോ കാണിക്കുമ്പോൾ ഞാൻ അതിനകത്ത് പറയാവേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് RCSനെ പറ്റിയിട്ട്. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഇതിനെപ്പറ്റി വേറെ എന്തെങ്കിലും കൂടുതൽ അറിയണോ അല്ലെങ്കിൽ ഇതിനെ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഞാൻ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഷാഫിദിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ്, ആ ക്ലാസ്സിൻ്റെ ഇതിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഒന്ന് മെൻഷൻ ചെയ്ത്. നല്ല ക്ലാസ്സസ് ആണ്. അതായത് ഫിസിക്സും 3Dയും TE ഒന്നും എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഫിസിക്സ് എനിക്ക് ടോട്ടലി അറിയാം, ബേസിക് ആയിട്ടുള്ള അറിയാം. അല്ലാണ്ട് ഇവർ ചോദിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു. പക്ഷേ വൺസ് അവൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പം എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയി. ഓക്കെ, ഫിസിക്സ് എനിക്ക് അത്യാവശ്യം പറ്റും. എനിക്കതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയതും ഫിസിക്സിനാണ്, 80%. അതെനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. ഫിസിക്സിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടി. അപ്പം അവൻ്റെ ക്ലാസ്സസ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഈവൻ റെക്കോർഡഡ് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ടോപ്പിക് എടുത്തിട്ട് പിന്നെ റെഫർ ചെയ്യാം. ഞാൻ ലാസ്റ്റ് 2 ദിവസം ഇവൻ്റെ ക്ലാസ്സസ് തന്നെ ഒരു 2x 1.5x ഇട്ടിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു ചെയ്തത്. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളായി. പിന്നെ അവൻ്റെ അണ്ടറിൽ എക്സാം എഴുതി ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായിട്ടുണ്ട്. അപ്പം ഒരു നല്ലൊരു ഗുഡ് ടീച്ചറാണ്. അപ്പം നിങ്ങൾക്ക് ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് റിഗാർഡിങ് CCI RCS എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.